തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ പുതിയ ഒരു കാണ്ഡത്തിലേക്ക് കിടക്കുകയാണ്. പൂർണ്ണ സമാധി എന്നാണ് ആ കാണ്ഡത്തിൻ്റെ പേര്. അഷ്ടാംഗയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഒരു ഭാഗമാണ് സമാധി. ഈ സമാധ്യവസ്ഥയിൽ ഒരു സാധകനുണ്ടാകുന്ന അനുഭൂതിയെ ഇവിടെ തിരുമൂലദേവൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നമുക്ക് ആദ്യം പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗ സൂത്ര പതഞ്ജലി യോഗസൂത്രത്തിലെ അഷ്ടാംഗ യോഗത്തെക്കുറിച്ചൊരു സ്വല്പം മനസ്സിലാക്കാം. അതിൽ 8 അംഗങ്ങളാണുള്ളത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം. അത് കഴിഞ്ഞിട്ടാണ് അവസാനത്തെ സ്റ്റേജാണ് സമാധ്യവസ്ഥ. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഈ അഷ്ടാംഗ യോഗത്തെക്കുറിച്ചിട്ട്. പിന്നെ മനസ്സിൻ്റെ സർവാർത്ഥതയുടെ, അതായത് എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന സ്വഭാവത്തിൻ്റെ ക്ഷയവും ഏകാഗ്രതയുടെ, ഒരു വിഷയം മാത്രം സ്വീകരിക്കലിൻ്റെ ഉദയവും സമാധി എന്ന പരിണാമമാണെന്ന് പതഞ്ജലി നിർവചിച്ചിരിക്കുന്നു. അപ്പോൾ പതഞ്ജലിയുടെ നിർവചനമാണ് ഇവിടെ പ്രധാനം. നോക്കൂ, മനസ്സിൻ്റെ സർവാർത്ഥതയുടെ, അതായത് എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സ് പിൻവാങ്ങി ഒരേ ഒരു വിഷയത്തിൽ മാത്രം, ശിവദർശനത്തിൽ മാത്രം, ശിവചിന്തയിൽ മാത്രം, ശിവസാധനയിൽ മാത്രം മുഴുകിക്കഴിയുന്ന അവസ്ഥ. അതായത് മറ്റെല്ലാ വാസനകളും ക്ഷയിക്കുന്നു. പിന്നെ ഏകാഗ്രമായി ഒരു വിഷയത്തെ മാത്രം, അതായത് ശിവസാധനയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ശിവസാധനയിൽ മുഴുകിക്കഴിയുകയും ചെയ്യുന്നു. അതോടെ സമാധി അതിൻ്റെ പരിണാമമായിട്ട് നമുക്ക് ലഭിക്കുന്നു. ധ്യാനം നീളുമ്പോൾ ഇന്ദ്രിയാതീതമായ ജ്ഞാനം ധ്യാനസ്ഥന് കൈവരുന്നു. അതാണ് ധ്യാനം പുരോഗമിക്കുമ്പോൾ, അതായത് ധ്യാനത്തിൻ്റെ അവസാനം ഇന്ദ്രിയാതീതമായ ജ്ഞാനം ധ്യാനസ്ഥന് കൈവരുന്നു. അതായത് ഇന്ദ്രിയാതീതമായ ശിവജ്ഞാനം ഒരു സാധകന് ലഭിക്കുന്നു എന്നാണ് തിരുമൂലദേവൻ്റെ ഈ പൂർണ്ണ സമാധിയിൽ പറയുന്നത്. ഇതിനെയാണ് സമാധി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സമാധികളുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. സംപ്രജ്ഞാസമാധി, സംപ്രജാതത്തിന് യഥാർത്ഥ ജ്ഞാനം എന്നർത്ഥം. അസംപ്രജ്ഞാതം എന്നും സമാധി ഉണ്ട്. അതായത് സമാധി 2 വിധം, സംപ്രജ്ഞാതമെന്നും അസംപ്രജ്ഞാതമെന്നും സമാധി 2 വിധമുണ്ട്. പിന്നെ വിതർക്കാനുഗതം, വിചാരാനുഗതം, ആനന്ദാനുഗതം, അസ്മിതാനുഗതം എന്നിങ്ങനെ സംപ്രജ്ഞാസമാധിക്ക് 4 വിഭാഗങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. നമുക്കതിനെക്കുറിച്ച് സ്വല്പം ഒന്ന് മനസ്സിലാക്കാം. വിതർക്കാനുഗതം, ഇത് സവിതർക്കം എന്നും നിർവിതർക്കം എന്നും ഉണ്ട്. ഒരു വസ്തുവിനെ മറ്റുള്ളവയിൽ നിന്ന് വേർപെടുത്തി അതിൽ മനസ്സിനെ ഉറപ്പിച്ച് ധ്യാനിക്കുന്നതാണ് സവിതർക്ക സമാധിയുടെ സ്വഭാവം. പിന്നെ സ്ഥൂല വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ധ്യാനമാണ് സവിതർക്കം. വിതർക്കത്തിന് ചോദ്യം എന്ന അർത്ഥമാണുള്ളത്. ഇത് എന്താണ് എന്ന ജിജ്ഞാസയോടെയുള്ള ധ്യാനം സവിതർക്കമാണ്. സവിതർക്ക സമാധിയിൽ തന്നെ തത്വങ്ങളെ കാലദേശങ്ങളിൽ നിന്ന് വിടർത്തി ധ്യാനിച്ചാൽ അത് നിർവിതർക്കമായി സമാധിയായി തീരും. പിന്നെ രണ്ടാമത്തേത് വിചാരാനുഗതം. ഇത് വിചാരം, നിർവിചാരം എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. ധ്യാനം ഒരു പടി കടന്ന് തന്മാത്രകളെ കാലദേശങ്ങളോടൊത്ത് ധ്യാനിക്കുന്നതാണ് സവിചാരം. അത് തന്നെ കാലദേശങ്ങളെ ഒഴിവാക്കുമ്പോൾ നിർവിചാരമാകും. പിന്നെ മൂന്നാമത്തെ വിഭാഗം ആനന്ദാനുഗതം. അടുത്ത പടിയിൽ സ്ഥൂല സൂക്ഷ്മങ്ങളായ ഭൂത തന്മാത്രകളെ വിട്ട് അന്ധകരണത്തെ നിർഗുണവും
നിഷ്ക്രിയവുമായി ധ്യാനിക്കുമ്പോൾ ആനന്ദം അനുഭവപ്പെടുന്നതിനാൽ അതിനെ സാനന്ദ സമാധി എന്ന് വിളിക്കാം. പിന്നെ വീണ്ടുമുണ്ട് അസ്മിതാനന്ദം. ധ്യാനത്തിൻ്റെ പക്വദശയിൽ അഥവാ മനസ്സ് തന്നെ ധ്യാന വിഷയമാകുമ്പോൾ സാത്വികാഹങ്കാരം മാത്രമേ നിലനിൽക്കൂ. അതിനാൽ അത് അസ്മിത സമാധിയാണ്. ഈ സ്ഥിതിയിലെത്തിയവനെയാണ് വിദേഹൻ, ദേഹമില്ലാത്തവൻ എന്ന് വിളിക്കുന്നത്. സ്ഥൂല ശരീരരഹിതനായി സ്വയം സങ്കല്പിക്കാൻ കഴിയുന്നവനാണ് വിദേഹൻ. ഈ നിലയിൽ പ്രകൃതിയിൽ ലയിക്കുന്നവരെ പ്രകൃതി ലയന്മാർ എന്ന് വിളിക്കുന്നു. ഇവിടെയും നിൽക്കാതെ മുൻപോട്ട് പോകുന്നവരാണ് മുക്തി നേടുന്നവർ. ഇനി നോക്കൂ, ആദ്യം നമുക്ക് അസംപ്രജ്ഞാസമാധിയാകട്ടെ നിരന്തരമായ അഭ്യാസം കൊണ്ട് എല്ലാ മനോവൃത്തികളും അവസാനിച്ച് സഞ്ചിത സംസ്കാരം മാത്രം നിലനിൽക്കുന്ന സമാധി അവസ്ഥയാണിത്. ഇതാണ് മുക്തി നൽകുന്നത്. ആദ്യം പറഞ്ഞ സത്പ്രജ്ഞാസമാധി മുക്തി നൽകുന്നില്ല. ആത്മാവ് പ്രകൃതിയുടെ ബന്ധം വേർപെടുത്തി സ്വതന്ത്രമാകുന്നതോടെ മുക്തി നേടുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാ സിദ്ധികളും നേടിയ ആളിനും പതനം സംഭവിക്കാം. ഒരേ വിഷയത്തിൽ തന്നെയുള്ള ധാരണാധ്യാന സമാധികളെയാണ് സംയമം എന്ന് യോഗസൂത്രം വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ യോഗസൂത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമാധിയുടെ പല പല വിഭാഗങ്ങളെ നാം ഇവിടെ മനസ്സിലാക്കുന്നു. ഇതിനെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ടാണ് തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. നമുക്ക് നോക്കാം. ചത്ത പോലിരിക്കും സമാധിതൻ ഫലം പാർത്താൽ മത്താമാം അഭിമാനം മാഞ്ഞ് ശുദ്ധാത്മാവായി ശിവനോട് ചേർന്ന് സ്വസ്വരൂപത്തെ പ്രാപിച്ചാലും ഭാവലോകത്തിനുള്ളിൽ ലോകത്തെ വാണുപോരും. സമാധ്യവസ്ഥയിൽ ഒരു സമാധിസ്ഥന് ഉണ്ടാകുന്ന അനുഭവം എന്താണ്? ചത്ത പോലിരിക്കും. ആ സമാധിസ്ഥൻ മരിച്ച പോലെ ഇരിക്കും. യാതൊരു ചലനവുമില്ലാത്ത അചഞ്ചലനായ സ്ഥിതപ്രജ്ഞതയോടെയുള്ള ഒരു ചത്ത മനുഷ്യൻ്റെ അവസ്ഥയിലായിരിക്കും സമാധിസ്ഥൻ ഇരിക്കുന്നത്. അപ്പോൾ സമാധിയുടെ ഫലം എന്നുള്ളത് ചത്ത പോലെ ഇരിക്കുന്നൊരവസ്ഥ. ജീവൻ ശരീരത്തിൽ നിന്ന് പോയതുപോലെ അങ്ങനെ എല്ലാം മറന്ന് സച്ചിദാനന്ദത്തിൽ മാത്രം, പരിപൂർണ ആനന്ദത്തിൽ മാത്രം ലയിച്ചിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള സാധകൻ മത്തമാം അഭിമാനം മാഞ്ഞ് ശുദ്ധാത്മാവായി തീരും. അയാളുടെ അഭിമാനബോധമെല്ലാം തന്നെ ഞാനെന്ന ഭാവം, പിന്നെ അതുപോലെ കർമ്മവാസനകൾ, ഇതെല്ലാം ഇല്ലാതായിത്തീരും. ശിവനോട് ചേർന്ന് സ്വസ്വരൂപത്തെ പ്രാപിച്ചിരിക്കും. ശിവനോട് ചേർന്ന് സ്വസ്വരൂപജ്ഞനായി ആ സമാധിസ്ഥൻ വിളങ്ങും. ഭാവലോകത്തിനുള്ളിൽ ലോകത്ത് വാണുപോരും. അങ്ങനെ ഈ ലോകത്ത് ചത്ത പോലെ ജീവിക്കുന്ന സമാധിസ്ഥൻ, അയാൾക്ക് മമതാഭിമാനങ്ങളോ അല്ലെങ്കിൽ അതേപോലുള്ള അഹംഭാവങ്ങളോ അഹംബോധങ്ങളോ ഒന്നുമില്ലാതെ ശുദ്ധാത്മാവായി വാഴും. എന്നിട്ട് ശിവനോട് ചേർന്ന് സ്വസ്വരൂപത്തെ പ്രാപിച്ച് ഈ ലോകത്ത് വാഴും. അങ്ങനെയുള്ള ആളാണ് സമാധിസ്ഥൻ, സമാധ്യഭാവത്തിൽ ഇരിക്കുന്ന സാധകൻ. അപ്പോൾ ഇവിടെ പറയുന്നത് സാധനയുടെ ഏറ്റവും ഉയർന്ന വേളയിൽ സമാധി സുഖം അനുഭവിക്കുന്ന സമാധ്യാവസ്ഥയിലുള്ള സാധകനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ. എങ്ങുമേ ശിവമെന്ന് കണ്ടരുൾ സ്വരൂപത്തിൽ തങ്ങും ശിവജ്ഞാനിക്ക് ശിവലോകമാവുമെങ്ങും ആകാശമോടെല്ലാവും തന്നകത്തവൻ കാണും ജീവജാലവും തൻ സ്വരൂപത്തിലേ വിളങ്ങും. എങ്ങുമേ ശിവം, കാണുന്നതെല്ലാം ശിവം മാത്രമായിരിക്കും. അരുൾ സ്വരൂപത്തിൽ തന്നെ തങ്ങിയിരിക്കും. അരുൾ സ്വരൂപത്തിൽ ശിവസ്വരൂപത്തിൽ തന്നെ ലയിച്ചിരിക്കും. അങ്ങനെയുള്ള ശിവജ്ഞാനിക്ക് ഈ ലോകം മുഴുവനും ശിവലോകമാണ്. ആകാശമോടെല്ലാവും തന്നകത്തവൻ കാണും. ആകാശാദി സമസ്ത വസ്തുക്കളെയും അയാൾ ഉള്ളിൽ ദർശിക്കും. ജീവജാലങ്ങളെയും സ്വന്തം ഹൃദയത്തിൽ കാണാൻ കഴിയും. അങ്ങനെ തൻ സ്വരൂപത്തിൽ വിളങ്ങും.
ശിവസ്വരൂപത്തിൽ തന്നെ സാധകൻ വിളങ്ങുന്ന അവസ്ഥ, എങ്ങുമേ എങ്ങുമേ ശിവമെന്ന അവസ്ഥ. ഇതാണ് തിരുമൂലദേവൻ പറയുന്ന പൂർണ്ണ സമാധിയുടെ 2 പാടലുകൾ. ഓം ശിവായ തിരുമൂലദേവായ നമഃ.